ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതകളുടെ പഠനം അല്ലെങ്കിൽ സാധ്യത എന്നുള്ളതാണ്. നമ്മൾ പ്രോബബിലിറ്റി എന്നും വിളിക്കാൻ പറ്റും. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് അതാണ്. സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ മാത്സിൽ സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ മാത്സ് ഉപയോഗിച്ചും കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സാധ്യത എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാം എന്നുള്ളതാണ്. നമ്മളെ നിത്യജീവിതത്തിലുള്ള സാധ്യതകളെ പറ്റിയാണ് ഈ ചാപ്റ്റർ, അല്ലെങ്കിൽ അത് മാത്തമാറ്റിക്സുമായി കണക്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ലേൺ ചെയ്യാൻ ഈ ചാപ്റ്ററിലൂടെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് 13 ചോദ്യമാണ്. അതായത് ഈ ചാപ്റ്ററുമായി പഠിക്കേണ്ട 13 ചോദ്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഈ വർഷം 2019 ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു 2-3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3 പാർട്ട് നിങ്ങൾ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇത് 2 മീഡിയമിലുള്ള കുട്ടികൾക്കും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും 2 മീഡിയത്തിലുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റും. എപ്പോഴും കുട്ടികൾക്ക് അലട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ഇതിൻ്റെ സാധ്യതകളെ പറ്റി പറയാൻ. കാരണം ഇതൊരു ആക്യുറേറ്റ് അല്ല, 100% മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത് ശരിയല്ല, ഒരു സാധ്യതയാണ്. ആ സാധ്യതയെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് ഈ ചാപ്റ്റർ എപ്പോഴും പലപ്പോഴും ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റി ആണെന്നുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യതയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് ഒരു കോയിനെ പറ്റിയിട്ടാണ്. ഒരു കോയിൻ 1 രൂപ, 1 രൂപയുടെ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ സാധാരണ രീതിയിൽ അല്ലേ ടോസ് ചെയ്യാറുണ്ട് അല്ലേ. അല്ല ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ നമുക്ക് ടീം സെലക്ട് ചെയ്യാനൊക്കെ നമ്മൾ അല്ലേ വല്ലപ്പോഴും നമ്മൾ കോയിൻ ടോസ് ചെയ്യാറുണ്ട്. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ ഒരു കോയിൻ എങ്ങനെ വീഴാം, ഒന്നെങ്കിൽ ഒരു കോയിൻ അല്ലെ എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഹെഡ് എന്നുള്ളതാണ് അല്ലെ, ഹെഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കോയിൻ എങ്ങനെ വരാം, ഒരു ടി ഉദ്ദേശിക്കുന്നത് എന്താണ്, ടെയിലാണ്. അപ്പോൾ ഒരു കോയിൻ നമുക്ക് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഹെഡ് വരാം അല്ലേ. അപ്പോൾ ഒരു കോയിൻ ഹെഡ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 50% സാധ്യത അല്ലേ. ഒരു കോയിൻ ടോസ് എച്ച് വരാനുള്ള സാധ്യത 50%, ടി വരാനുള്ള സാധ്യത 50%. പക്ഷേ ഒരാൾ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ, പ്രവചിക്കാൻ പറ്റുമോ എച്ച് വരും എന്നുള്ളത് അല്ലെ. ഒരു സാധ്യത മാത്രമാണ് ഹെഡ് വരാം എന്നുള്ളത്. മറ്റ് ടീമിലുള്ള ആളുകളുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ടി വരാം എന്നുള്ളതായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സാധ്യത മാത്രമാണ്. ഒരു കുട്ടി എന്ത് ചെയ്യണം, ഒരു കോയിൻ എടുത്തിട്ട് ഒരു പരീക്ഷണം നമുക്ക് പറയാം. ഒരു കുട്ടി ഒരു കോയിൻ എടുത്തിട്ട് 10 തവണ കോയിൻ ടോസ് ചെയ്തു. 10 തവണ കോയിൻ ടോസ് ചെയ്തു. ചിലപ്പം ഈ കുട്ടി 10 തവണ ടോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 ടൈംസും എന്ത് വരാം, ഹെഡ് വരാം. അതൊരു സാധ്യതയാണ്. 10 ടൈമിലും എന്ത് വരാം, ഹെഡ് വരാം. ചിലപ്പോൾ 10 ടൈമിലും എന്ത് വരാം, ടെയിൽ വരാം. ചിലപ്പോൾ 5 ടൈമിൽ എന്ത് വരാം, ഹെഡ് വരാം. ചിലപ്പോൾ 5 ടൈമിൽ എന്ത് വരാം, ടെയിൽ വരാം. ഇങ്ങനെ ഡിഫറെന്റ് ഓർഡറുകൾ നമുക്ക് വരാം. നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല കുട്ടി 10 കോയിൻ ടോസ് ചെയ്യുന്നത് കൊണ്ട് 5 പ്രാവശ്യം ഹെഡും 5 പ്രാവശ്യം ടെയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 10 വട്ടവും എന്ത് തന്നെ വരാം, ഹെഡ് വരാം. അപ്പോൾ എപ്പോഴും പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവചനം തന്നെയാണ്. പക്ഷേ ഈ പ്രവചനം പലപ്പോഴും ശരിയാവാറുണ്ടെന്നുള്ളതാണ്. നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചും കൊണ്ട് ഈ പ്രവചനം എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അല്ലെ. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഒരു പാത്രത്തിൽ അല്ലെ, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന സ്റ്റേറ്റിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാത്രത്തിൽ 10 ബോൾ ഉണ്ട്. ഈ 10 ബോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ 8 ബോള് റെഡ് ബോളാണ്, അതുപോലെ 2 ബോള് ബ്ലാക്ക് ആണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഒരു പാത്രത്തിൽ എന്തുണ്ട്, 8 ചുവപ്പ് പന്തുകളും 2 കറുപ്പ് പന്തുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടിയിട്ട് ബോൾ ഷഫിൾ ചെയ്തു, ഈ 10 പന്ത് ഷഫിൾ ചെയ്തു. ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടിയിട്ട് ആ ബോക്സിൽ നിന്നും ഒരു പന്ത് എടുക്കുകയാണെങ്കിൽ ആ പന്ത് വരാനുള്ള സാധ്യത നിങ്ങളുടെ അഭിപ്രായം എന്താ?
അല്ലേ? എല്ലാവരും പറയും എന്ത്, റെഡ് വരാനാണ് സാധ്യത കൂടുതൽ എന്ന്. കാരണം എന്താ? ആ പാത്രത്തിൽ 8 ബോൾ എന്താണ്, ചുവപ്പ് പന്തുകളാണ്, 2 പന്ത് മാത്രമേ എന്തുള്ളൂ, ബ്ലാക്ക് പന്തുള്ളൂ. അപ്പോൾ ആ ഒരു സാധ്യത ആ ഒരു കുട്ടി എന്ത് പറയാം, ബ്ലാക്ക് പന്തലിലെ റെഡ് പന്ത് വരാം എന്നുള്ളതാണ്. പക്ഷെ ഒരു കുട്ടിയെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി കണ്ണ് കെട്ടി ആ കുട്ടി അല്ലെ ആ പാത്രത്തിൽ നിന്നും ബോക്സിൽ നിന്നും ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ റെഡ് വരുമെന്ന് 100% ഉറപ്പുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് പറയാം ഒരു 80% നമുക്ക് എന്തെന്ന് പറയാം, റെഡ് വരാം. 20% എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ബ്ലാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു പ്രവചനമാണ് ഈ ചാപ്റ്റർ. ആ ഒരു മാത്തമാറ്റിക്സിന്റെ കോൺസെപ്റ്റ് വെച്ചും കൊണ്ട് നമുക്ക് പറയാം ഇവിടെ എന്തെന്ന് പറയാം, റെഡ് എടുക്കുന്നതാണ് അല്ലെങ്കിൽ റെഡ് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഈ സാധ്യത കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, എന്താണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ സാധ്യതകളുടെ പഠനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് 13 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടൈം കളയുന്നില്ല, നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി ക്ലിയർ ചെയ്ത് വായിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെയുള്ള ഞാനൊന്ന് വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. When a coin is tossed, what is the probability that it shown up head or tail? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ പറ്റും. അപ്പോൾ ഒരു കോയിൻ ടോസ്, അതിന് മലയാളം ഞാൻ പറയുന്നത്, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യത, ഹെഡ് വരാനുള്ള സാധ്യത എന്താ, ടെയിൽ വരാനുള്ള സാധ്യത. ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അത് പ്രോബിലിറ്റീൻ്റെ ഭാഷയിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ് കൂടി ഞാൻ ഇതിലൂടെ ഞാൻ പറയാം. ഒരു കോയിൻ, 1 രൂപയുടെ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാം അല്ലേ, ഒന്നുകിൽ എന്ത് ചെയ്യാം, ഹെഡ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം, ടൈൽ വരാം അല്ലെ. 50% സാധ്യത ഹെഡ്, അതുപോലെ 50% ടൈൽ. ഇതൊരു പ്രോബബിലിറ്റിയിൽ എങ്ങനെ പറയുന്നു വെച്ചാൽ, ഒരു പ്രോബബിലിറ്റിയുടെ ഭാഷയിൽ എങ്ങനെ പറയുന്നു വെച്ചാൽ, പ്രോബബിലിറ്റി പി എന്ന് പറയാം. സാധ്യതകളുടെ പഠനത്തിന് ഞാൻ പ്രോബബിലിറ്റി എന്നാണ് പറയുന്നത്. പ്രോബബിലിറ്റി സാധ്യത എന്ന് പറയും. ഒരു എച്ച് വരിക എന്ന് ഉദ്ദേശിച്ച് ഹെഡ് വരാനാണ്. എപ്പോഴും പ്രോബബിലിറ്റീൻ്റെ പ്രവചനത്തെ പറയുന്നത് ഒരു പ്രോബബിലിറ്റിയുടെ ഒരു ഈവൻറ്റ്, ഒരു എ എന്ന് പറയുന്ന ഈവൻറ്റ് എന്ന് പറയും അല്ലെ, ഒരു സംഭവം സംഭവിക്കുക എന്ന് പറയും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് ആ ഇവൻറ്റ് ബൈ നമ്പർ ഓഫ് അത് വരാനുള്ള സാധ്യത, അതിനെ സാമ്പിൾ എന്നൊക്കെ പറയും. വരാവുന്ന സാധ്യതകളെ ഈ ഒരു ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി സാധാരണ രീതിയിൽ പരിഗണിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ഒരു ഇവന്റ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആ ഇവന്റ് എത്ര സംഭവിക്കുന്നു അതേ ബൈ നമ്പർ ഓഫ് മാക്സിമം വരാനുള്ള സാധ്യത. എസ് എന്ന് പറയുന്നത് നമ്മൾ പറയാറ് സാമ്പിൾ സ്പേസ് എന്നാണ്. അതൊക്കെ വലിയ ക്ലാസ്സുകളിലോട്ട് നിങ്ങൾ വരുമ്പോൾ പഠിക്കുള്ളൂ. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വരാനുള്ള ടോട്ടൽ സാധ്യത എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിക്കുക. ഇവിടെ എന്നെ ഇങ്ങനെ കൊടുത്താൽ മതി, ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മതി. ടോട്ടൽ പോസിബിലിറ്റി ഇവിടെ വരാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കോയിൻ വീഴാവുന്ന സാധ്യതകൾ എത്ര എണ്ണം. എൻ്റെ കയ്യിൽ 1 രൂപയുടെ ഒരു കോയിൻ ഉണ്ടെങ്കിൽ അത് ടോസ് ചെയ്താൽ വീഴാവുന്ന സാധ്യതകൾ എന്ന് പറഞ്ഞാൽ 2 സാധ്യതകളാണ്. ആ ടോട്ടൽ സാധ്യതകളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, താഴത്താണ് എഴുതേണ്ടത്, ഡിവിഷനിലാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? മുകളിൽ എഴുതണ്ടേ ആ ടോട്ടൽ സാധ്യതകളെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഹെഡ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വട്ടം എന്ത് സാധ്യതയുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ഒരു കോയിന് ഹെഡ് വരിക എന്നുള്ളത്. അതുകൊണ്ട് 1/2 പെർസെൻറ്റേജിൽ എന്താ പറയുക, 50% എന്ന് പറയും. അപ്പോൾ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെ ഹെഡ് വരാനുള്ള സാധ്യത. അതുപോലെ രണ്ടാമത്തെ അതിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടെയിൽ വരാനുള്ള സാധ്യത എത്രയാണ്. ടെയിൽ വരാനുള്ള സാധ്യതയാണ് 2 കോയിനിൽ ടെയിലും എന്തെന്നെ വരാം, 1 വട്ടേ തന്നെ വരുള്ളൂ. അതും എത്രയാണ്, 50%. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം ആൻസർ. ഒന്നാമത്തെ ആൻസർ 1/2, രണ്ടാമത്തെ ആൻസർ 1/2. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുള്ള പ്രോബിലിറ്റിയിലുള്ള ഒരു കാര്യമാണ് എപ്പോഴും പ്രോബബിലിറ്റിയുടെ റിസൾട്ട്. എല്ലാ കുട്ടികളും ഓർത്തിരിക്കുക, എപ്പോഴും പ്രോബബിലിറ്റിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. ഒന്നുകിൽ 1 വരാം, 0ക്കും 1നും ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരെ വരാം. 1ൽ കൂടുതൽ ഒരു കാരണവശാലും പ്രോബബിലിറ്റി വരില്ല. പ്രോബബിലിറ്റിയുടെ പാർട്ട് എങ്ങനെയാണ് പറയുന്നത്, 0 to 1. ഒന്നുകിൽ 1 വരാം, അല്ലെങ്കിൽ 1ൻ്റെ ഉള്ളിലായിരിക്കും പ്രോബബിലിറ്റിയുടെ റിസൾട്ട് വരിക എന്നുള്ളത് കൂട്ടുകാരന്മാർ നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ,
നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ബോക്സ് ദർ ആർ 5 ബ്ലാക്ക് ബീഡ്സ്. ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് എന്നൊക്കെ പറയാം, ബീഡ് അല്ലെ, ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ബീഡാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാം, എപ്പോഴും ക്വസ്റ്റ്യൻ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഒരു പിക്ചർ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും പ്രോബ്ലം അനലൈസ് ചെയ്യാൻ. ഞാനൊരു ബോക്സ് വരച്ചു, ക്വസ്റ്റ്യൻ പ്രകാരം ബോക്സ് വരച്ചു, 5 ബ്ലാക്ക് ബീഡ്സ്. അപ്പോൾ 5 എന്ന് എഴുതിയിട്ട് ഞാനിവിടെ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ആണെന്നുള്ളതാണ്. ഓക്കെ, ബ്ലാക്ക് ബീഡ്സ് കേട്ടോ, എല്ലാം ബീഡ്സ് തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ 5 വൈറ്റ് ബീഡ്സ് ഉണ്ട്. സോ ഞാൻ 5 W എന്ന് കൊടുത്തു. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, 5 വൈറ്റ് ബീഡ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബീഡ് ടേക്കൺ ഫ്രം ഇറ്റ് വൈറ്റ് 1 ഓർ ബ്ലാക്ക് 1. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ടേക്കൺ while 1 or black 1, white 1 or black 1. വൈറ്റ് വരാനുള്ള സാധ്യത, ബ്ലാക്ക് വരാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ബീഡ് വൈറ്റ് ആവാനുള്ള സാധ്യതയും ബ്ലാക്ക് ആവാനുള്ള സാധ്യത. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പാത്രത്തിൽ എത്ര ബീഡ്സ് ഉണ്ട്, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാത്രത്തിൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിൽ ടോട്ടൽ പാത്രത്തിൽ 10 ബീഡ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഞാനിവിടെ താഴെയാണ് നമ്മൾ ആ ടോട്ടൽ ബീഡ്സ് കാണിക്കുന്നത്. മുകളിൽ കാണിക്കുന്നത് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ എത്ര ഉണ്ട്, 5 എണ്ണേ ഉള്ളൂ. അതായത് 5/10 ആണ് ഇതിന്റെ ആൻസർ. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ, 10ൽ എത്ര വട്ടം 5 പോകും അല്ലെ, 1/2 ടൈംസ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. ഇനി രണ്ടാമത്തേതിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്തറിയാം, പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബീഡ്സ്. അതും എത്രയാണ്, ടോട്ടൽ പാത്രത്തിൽ എത്ര, ടോട്ടൽ എപ്പോഴും താഴെയാണ് എഴുതേണ്ടത്. വൈറ്റ് ബീഡ്സ് എത്ര ഉണ്ട്, അതും 5 ആണ്. ഇതുപോലെ ക്യാൻസൽ ചെയ്ത് അത് എത്ര എണ്ണം കിട്ടും, 1/2. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ പോട്ട് കണ്ടെയ്ൻ, പോട്ട് എന്ന് പറഞ്ഞാൽ പാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ കൂജ അല്ലെങ്കിൽ ഒരു പാത്രം. എ പോട്ട് കണ്ടെയ്ൻസ് 5 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 7 വൈറ്റ് ബീഡ്സ്. Another pot contain 6 black beads and 8 white beads. If one bead is drawn from each pot without looking, what will be the probability of getting at least 1 white bead? ഈ ക്വസ്റ്റ്യനിലെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് ബീഡ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് കൺഫ്യൂഷനാണ്. എന്താണ് അറ്റ്ലീസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് ഉൾപ്പെടെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി നിങ്ങൾ നോർമലി ചിന്തിക്കുന്നതിന് പകരം ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഗ്രാഫ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു പിക്ചോറിക്കലാക്കിയിട്ട് നിങ്ങൾ വരക്കാം. ഫസ്റ്റ് ഞാൻ പിക്ചോറിക്കലാക്കിയിട്ട് ഇതിനൊന്ന് വരക്കാം. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് അല്ലേ, എ പോട്ട് കണ്ട് ഞാനൊരു പാത്രം വരയ്ക്കും. 2 പോട്ടാണുള്ളത് അല്ലേ. അപ്പം ഞാൻ 2 പോട്ടിൻ്റെ ജസ്റ്റ് വരച്ചു വെച്ചു. എ പോട്ട് കണ്ടെയ്ൻ ഫസ്റ്റ് 5 എന്താണ് 5 ബ്ലാക്ക്, അതുപോലെ തന്നെ 5 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 7 വൈറ്റ് ബീഡ്സ് അല്ലേ, 7W. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് അല്ലെ. ഒന്നാമത്തെ പോട്ട്. ഇനി രണ്ടാമത്തെ പോട്ടാണിത്. ഇനി രണ്ടാമത്തെ പോട്ടിൽ എന്താണുള്ളത്, അനദർ പോട്ട് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ബീഡ്സ് അല്ലെ, 6 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 8 വൈറ്റ് ബീഡ്സ്. സോ 8 വൈറ്റ് ബീഡ്. എന്നിട്ട് പറഞ്ഞു, ഈ 1 ബീഡ് ഈസ് ഡ്രോൺ ഫ്രം ഈച്ച് പോട്ട് വിത്തൗട്ട് ലുക്കിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു ബീഡ് എടുക്കണം, അതുപോലെ തന്നെ അല്ലെ ഒരു മുത്ത് അല്ലെ, ഇവിടുന്ന് ഒരു മുത്ത് എടുക്കണം, 2 ബീഡ് എടുക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ എടുക്കണം, വാട്ട് വിൽ ബി ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് ബീഡ്. അതായത് എന്താ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് ബീഡ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എന്നാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം എന്നാണ്. അതായത് മിനിമം ഒരു വൈറ്റ് ബീഡെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ഇവിടുന്ന് ഒരു ബീഡ് എടുത്തു, ഒന്നാമത്തേതിൽ നിന്ന്, രണ്ടാമത്തേതിൽ നിന്ന് ഞാനൊരു ബീഡ് എടുക്കണം. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ആ എടുക്കുന്ന പെയറിൽ, കാരണം പെയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇതിൽ നിന്നൊന്നും എടുത്താൽ ഒരു പെയർ എന്ന് പറയാം. ആ പെയറിൽ ഒരു ബീഡ് എന്തായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ബീഡ് എന്തായിരിക്കണം, വൈറ്റ് ബീഡ് ആയിരിക്കണം. അപ്പൊ മിനിമം എന്നാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ രണ്ടും വൈറ്റ് ബീഡ് ആയാലും ഇവിടെ എന്തല്ല കുഴപ്പമില്ല, കാരണം മിനിമം എന്തുണ്ടായിരിക്കണം, ഒരു വൈറ്റ് ബീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം,
ഒന്നാമത്തെ പാത്രത്തിൽ എത്ര ബീഡ് ഉണ്ട് നമുക്ക് നോക്കാം. 7 + 5 അല്ലെങ്കിൽ 5ഉം 7ഉം ടോട്ടൽ എത്ര ബീഡാണുള്ളത്? ഒന്നാമത്തെ പാത്രത്തിൽ നമുക്ക് ടോട്ടലി 12 ബീഡാണുള്ളത്. രണ്ടാമത്തെ പാത്രത്തിലുള്ള ബീഡ്സിന്റെ എണ്ണം എത്ര? 6ഉം 8ഉം അല്ലെ? 6ഉം 8ഉം 14 ബീഡ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പെയർ കിട്ടും അല്ലെ? ടോട്ടൽ പെയറുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ ടോട്ടൽ പെയർ കാണാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഒന്നാമത്തതിൽ എത്ര ഉണ്ട്? 12 അല്ലെ? 12 ബീഡ് ഉണ്ട്. ഇൻറ്റു രണ്ടാമത്തേൽ എത്ര ഉണ്ട്? 14 ബീഡ് ഉണ്ട്. 12ഉം 14 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 168 ആണ്. 168. അപ്പോൾ 168 ഓർഡേഡ് പെയർ നമുക്ക് കിട്ടും. ഇവിടുന്ന് ഒരു ബീഡ്, ഇവിടുന്ന് ഒരു ബീഡ് അല്ലെ? ഓരോ ബോക്സിൽ നിന്ന് ഓരോ ബീഡ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒന്ന്, ഇവിടുന്ന് ഒന്ന്, ഇവിടുന്ന് ഒന്ന്, അങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ ഇവിടുന്ന് 12ന് ഇവിടെ 14, വീണ്ടും അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുക 168 പെയറുകൾ കിട്ടാം. കാരണം ഒരു വട്ടം നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടിൽ നിന്നും ഓരോ ബീഡ് എടുക്കണം. അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര പെയർ കിട്ടും? 168 ഓർഡേഡ് പെയർ അല്ലെ? ഓരോ പെയറുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഈ പെയറിൽ എന്തായിരിക്കണം? അതിൽ എല്ലാത്തിലും എന്തുണ്ടായിരിക്കണം? നമ്മളെ ക്വസ്റ്റ്യൻ അതാണ്. എന്തുണ്ടായിരിക്കണം? ഒരു മിനിമം എന്തുണ്ടായിരിക്കണം? ഒരു വൈറ്റ് ബീഡെങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടും വൈറ്റ് ബീഡ് ആയാലും എന്തല്ല കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് ഇതിൽ? ഈ 168 പേരിൽ എങ്ങനെയൊക്കെ വരാം? ഒന്നുകിൽ ഒരു ബീഡിൽ വൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബീഡ് എന്താവും? ബ്ലാക്ക് ആവും അല്ലെ? ഞാനത് കാണിക്കാം സാധ്യതകൾ. ഒന്നുകിൽ ഒരു ബീഡ് എന്തായിരിക്കും? ഞാനിവിടെ ഒരു ബീഡ് എന്തായിരിക്കും? വൈറ്റ് ആവും, അല്ലെങ്കിൽ ഒരു ബീഡ് എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ സാധ്യത അല്ലെ? ഫസ്റ്റ് ബീഡ് എന്തായിരിക്കാം? ബ്ലാക്ക് ആയിരിക്കാം. അതുപോലെ സെക്കൻഡ് ബീഡ് എന്തായിരിക്കാം? വൈറ്റ് ആയിരിക്കാം. ഇനി എന്താ സാധ്യത? ഒന്നുകിൽ രണ്ട് ബീഡും എന്തായിരിക്കാം? വൈറ്റ് ആയിരിക്കാം അല്ലെ? ഇനിയുള്ള വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എന്താവാം? ബ്ലാക്ക് ബീഡ് ആവാം. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മിനിമം ബീഡ് എന്തായിരിക്കണം? ഒരു ബീഡെങ്കിലും എന്തുണ്ടായിരിക്കണം? വൈറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ പറ്റാത്തത് ഏതാണ്? നമ്മൾ ഇതിൽ കൂട്ടത്തിൽ കൂടാത്തത് ഏതാണ്? ഇത് മാത്രമാണ് ഞാനിവിടെ ടിക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഈ രണ്ടും ബ്ലാക്ക് ഉള്ളതാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 168 ഓർഡേഡ് പേരിന് നമ്മൾ എന്ത് ചെയ്യും? ബ്ലാക്ക്, രണ്ടും ബ്ലാക്ക് ഉള്ള പേരിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതെങ്ങനെ റിമൂവ് ചെയ്യും? രണ്ടും ബ്ലാക്ക് ഉള്ള പേരിനെ റിമൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ റിമൂവ് ചെയ്യാം? കാരണം ഒന്നാമത്തെ ബോക്സിൽ എത്ര എണ്ണം ഉണ്ട്? ബ്ലാക്ക് ബീഡ് എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലെ? ഇൻറ്റു രണ്ടാമത്തെ ബോക്സിൽ ബ്ലാക്ക് ബീഡ് എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? 5 × 6 എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ 30 ബ്ലാക്ക് ബീഡാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക? ബോക്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് ടോട്ടൽ ബീഡിൽ നിന്ന് അല്ലെ? ടോട്ടൽ ബീഡ് എന്ന് പറയുന്നതിൽ നിന്നും അല്ലെ? ടോട്ടൽ ബീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ബീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 168 ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ബീഡ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് ബീഡിനെ നമുക്ക് റിമൂവ് ചെയ്യണം. എന്തിൽ നിന്ന്? ടോട്ടൽ പെയറിൽ നിന്ന്. അതായത് 168ൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും? 168ൽ നിന്ന് നമ്മൾ 30 മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 168ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 138 അല്ലെ? നമുക്ക് 138 ഓർഡേഡ് പെയർ കിട്ടും. ഈ 138 ഓർഡേഡ് പെയറിന്റെ പ്രത്യേകത എന്തായിരിക്കും അല്ലെ? അതായത് ഒരെണ്ണത്തിൽ മിനിമം എന്തുണ്ടായിരിക്കും? വൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ 138 എണ്ണത്തിന്റെ പ്രത്യേകത. കാരണം 30 എണ്ണത്തിൽ ബ്ലാക്ക് ആണ്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ 138 എണ്ണം കിട്ടി. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ്, നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുന്നത് പ്രോബബിലിറ്റി അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് ബീഡ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് ബീഡ് ഈക്വൽ ടു എത്ര ആയിരിക്കും? ടോട്ടൽ എപ്പോഴും താഴെ വരിക. ടോട്ടൽ എത്ര പേരാണ്? 168 പെയറിൽ 138 അല്ലെ? നമ്മൾ സാധ്യത എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? 138 പേരേ ഉള്ളൂ. ഔട്ട് ഓഫ് എത്രയില്? 168 പേർ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം മുകളിലും താഴെയും നമുക്ക് ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് നമുക്ക് ഇത് സോൾവ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23/28 ആണ്. ഇത് നിങ്ങൾ സാധാ നമ്മൾ സോൾവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 2 കൊണ്ട് എന്ത് ചെയ്യാം? ടേബിൾ കട്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫൈനൽ ഏറ്റവും ചെറിയ ആൻസറിലോട്ട് എത്തുക. അതാണ് 23/28.
28 എന്നുള്ള ആൻസർ. ഇതിന്റെ മുകളിലുള്ള ഈ സ്റ്റെപ്പിലുള്ള ആൻസർ നിർത്തിയാലും മാർക്ക് പോകുന്നതല്ല, കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയാവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.